ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. നിങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് അത് ഉത്തരം പറ. അത് ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. കേരളത്തിൽ CPM-ന്റെ അടികൊണ്ട് തലപൊട്ടിയ എത്ര പാർട്ടിക്കാർക്ക് എന്നറിയാം? CPM-കാർക്കും അടികൊണ്ടുണ്ടല്ലോ. പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. നിങ്ങൾ മാത്രം കോട്ടാക്കട സുരേന്ദ്രനെ അറിയില്ലേ? എങ്ങനെയുണ്ടളിയാ? ഗംഭീരമായിരുന്നു. തൃക്കാക്കര മണ്ഡലത്തിലില്ലേ NDA-യുടെ അതായത് 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അഖിൽമാരാർ വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ചോദിക്കേ. അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. ഇവരെ കുറിച്ച് പറയുമ്പോ നാട്ടുകാർക്ക് 100 നാവാണ്. അഖിൽമാരാർ എന്ന് പറഞ്ഞ പിക്ചറിൽ ഇല്ലാത്ത ആളാണ്. അഖിൽമാരാർക്ക് ഒരു ഇതുമില്ല. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഇത്തിരി ഓട്ടെങ്കിലും BJP-ക്ക് കിട്ടിയാണ്. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. അഖിൽമാരാർ ബിഗ് ബോസിലൂടെ ഭയങ്കര ബോസ് ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? അതിലും വലിയ ബിഗ് ബോസുകൾ വന്നിട്ട് 10 നിലത്തോടാണ്ട് പോയിട്ടുണ്ട്. കേരളമാണ്. എടാ പോടാ, നിർത്തി പോടാ. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. അദ്ദേഹം പറഞ്ഞ ബിഗ് ബോസ് കണ്ടവരെല്ലാരും അഖിൽമാരാർക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞു. അങ്ങനെ കാണുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നില്ലെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ആകണം. അവരാവൂലല്ലോ. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഇവിടെ തൃക്കാക്കരയുടെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വർഗീയവാദികൾക്ക് പറ്റിയതല്ല. നോക്കണ്ട, അടിച്ചോ. 2020 എന്നുള്ളതിന്റെ ബാനറിൽ അഖിൽമാരാർ മത്സരിച്ചാലും അഖിൽമാരാർ സംഘിയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ ആ പരിപ്പ് വേവില്ല. ഓ, ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്ന് വോട്ട് പോകില്ല 100% ഉറപ്പാണ്. ഒരിക്കലും പോകില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിലം തൊടാതെ പൊട്ടുക. ഉറപ്പാണ്, എഴുതി വെച്ചോ. ചേട്ടൻ ഉറക്കെ പറ, ചേട്ടന്റെ ധൈര്യത്തോട് പറ. ഉറപ്പാണ് പൊട്ടും. ഇപ്പൊ തൃക്കാക്കര മണ്ഡലത്തില് അഖിൽമാരാർ അറിയില്ലേ? അഖിൽമാരാർ അറിയോ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അഖിൽമാരാർ അറിയില്ലേ? അഖിൽമാരാർ അറിയോ? എന്തെന്ന് പോയിട്ട് പരിപാടി എനക്കൊന്നും തിരിഞ്ഞിട്ടൊന്നുമില്ല. അഖിൽമാരാറാണ് 2020 ആയിട്ട് മത്സരിച്ചോണ്ടിരിക്കണ, ഇവിടെ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ അഖിൽമാരാർ ജയിക്കും തോന്നുന്നുണ്ടോ? ജയിക്കും, ഉറപ്പാണ്. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. അഖിൽമാരാർ ആരാ? അതാരാ? ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന. ഈ നാടാകെ അവന് വെല്ലുവിളിയാ. ആ പിന്നില്ലേ, ഈ നാട് മൊത്തം അവനെതിരാ. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ എന്ത് ക്വാളിറ്റി അവനുള്ളൂ? എന്ത് രാഷ്ട്രീയം ഉള്ളത്? ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ, അല്ലെങ്കിൽ മിഡിലായിട്ട് നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്താണോ തന്റെ ഉദ്ദേശം? ഞാൻ പറയാം സാർ. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? BJP-ക്ക് വേണ്ടിയിട്ട് കോടാലിക്ക് അയ്യായിട്ട് മാറണേന്ന് അയാൾ. അത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഓടൂല. താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കടാ പൊട്ടാ.